ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ ഇനി കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണത്തിലാണ്. ഇത് ഇന്ത്യയോ അതോ കൊറിയയോ? പുതിയ മൊബൈൽ ഫോണുകളിൽ സർക്കാരിന്റെ സഞ്ചാർ സാഥി എന്ന് പേരുള്ള ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾ ചെയ്യാനാണ് നിർദ്ദേശം. ഇനി നമ്മൾ വാങ്ങുന്ന പുതിയ മൊബൈൽ ഫോണുകളെല്ലാം ഓണാക്കുമ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ സർക്കാരിന്റെ ആപ്ലിക്കേഷൻ ഉണ്ടാകും. നമ്മൾ എവിടെ പോകുന്നുവെന്നും എന്തൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നും കേന്ദ്ര സർക്കാരിന് അറിയാനും നിരീക്ഷിക്കാനും കഴിയും. നവംബർ 28-നാണ് മൊബൈൽ കമ്പനികൾക്ക് കേന്ദ്ര ടെലികോം മന്ത്രാലയം ഈ നിർദ്ദേശം നൽകിയത്. നിലവിൽ ഉപയോഗത്തിലുള്ള ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷനിലൂടെ ആപ്ലിക്കേഷൻ എത്തിക്കാനുള്ള നിർദ്ദേശവുമുണ്ട്. സൈബർ തട്ടിപ്പുകൾ തടയാനും മോഷണം പോകുന്ന മൊബൈലുകൾ കണ്ടെത്താനുമാണ് ആപ്ലിക്കേഷൻ സഹായിക്കുക എന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. എന്നാൽ സഹായമാണോ ചാരപ്പണിയാണോ ലക്ഷ്യം? പൗരന്മാരെ നിരീക്ഷിക്കാനുള്ള നീക്കമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ആളുകൾ എവിടെ പോകുന്നുവെന്നും എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുവെന്നും സർക്കാർ അറിയുന്നത് എന്തിനാണ്? സഞ്ചാർ സാഥി ചാരവൃത്തിക്കുള്ള ആപ്ലിക്കേഷനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ബേസിക്കലി സ്വകാര്യതയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ഒരു കടന്നാക്രമണമായിട്ടാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് ബിഗ് ബ്രദർക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാം ടെലിഫോൺ കേൾക്കാനും കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ എംപിമാർ നോട്ടീസ് നൽകിയിരുന്നു. ചർച്ച ചെയ്യാനാകില്ല എന്നാണ് കേന്ദ്ര സർക്കാർ 2 സഭകളിലും അറിയിച്ചത്. എന്തുകൊണ്ട് ചർച്ച ചെയ്യാനാകില്ല? സർക്കാരിന്റെ ഉത്തരവ് വലിയ വിവാദമായതോടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല എന്നും ഇഷ്ടപ്രകാരം പിന്നീട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാമെന്നും ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ വിശദീകരിക്കുകയാണ്. संचार साथी एक ऐप है और एक पोर्टल है जिसके आधार पर हर एक उपभोक्ता अपनी सुरक्षा अपने हाथों से कर पाता है. സഞ്ചാർ സാഥി ആപ്പിന് കോളുകൾ കേൾക്കാനോ മെസ്സേജുകൾ വായിക്കാനോ കഴിയില്ല എന്നാണ് BJPയും പറയുന്നത്. ഈ വർഷം ജനുവരിയിലാണ് സഞ്ചാർ സാഥി ആപ്ലിക്കേഷൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത്. ഇതുവരെ 50 ലക്ഷം പേർ മാത്രമാണ് ആപ്ലിക്കേഷൻ സ്വന്തം നിലയ്ക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തത്. പൗരന്മാർ സ്വന്തം നിലയ്ക്ക് ഡൗൺലോഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടെത്തിയതോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം. സർക്കാരിന്റെ ഈ ആവശ്യം അംഗീകരിക്കില്ല എന്നാണ് ആപ്പിൾ അടക്കമുള്ള പ്രധാന മൊബൈൽ നിർമ്മാണ കമ്പനികളുടെ നിലപാട്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം വ്യക്തമാണ്.